செய்வதற்காசை, உமக்காக நிற்பது வாஞ்சை. வேலை செய்வதற்காசை, உமக்காக நிற்பது வாஞ்சை. சித்தம் என் அடைக்கலமா, நீர் எனக்கு உயிரின் உயிரா. சித்தம் என் அடைக்கலமா, நீர் எனக்கு உயிரின் உயிரா. அருளும் 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 தகப்பா, அருளும் 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 தகப்பா. அப்பா நான் என்ன செய்ய வேண்டும், அப்பா நான் எங்கு செல்ல வேண்டும், அப்பா நான் என்ன செய்ய வேண்டும், அப்பா நான் எங்கு செல்ல வேண்டும். அருளும் 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 தகப்பா, அருளும் 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 தகப்பா. அருளும் പറഞ്ഞേ, അരുളും അരുളും തകപ്പാ, അരുളും 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 തകപ്പാ. ഹലോ, എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. സുഖമായിരിക്കുന്നു എന്ന് എഴുന്നേറ്റോ? ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയുടെ സമയങ്ങളായിരുന്നു. ആമേൻ. ഒരുപാട് അനർത്ഥങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, പലയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഒക്കെ രൂപപ്പെടുന്നുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുകയും യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. റോഡ് വഴുക്കലായിട്ട് കിടക്കുകയാണ്. നല്ല ടാറിങ്ങാണ്, പക്ഷേ ആ റോഡ് വഴുക്കലായിട്ട് കിടക്കുന്നതുകൊണ്ട് വണ്ടി ചവിട്ടിയാൽ നിൽക്കത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്നവർ അവിടെ നിങ്ങളുടെ അഭ്യാസപ്രകടനം ഒന്നും കാണിക്കാൻ പോയേക്കരുത്. ഞാൻ 60 കുറഞ്ഞ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടില്ല എന്നും ബീം പഠിക്കാൻ പോകരുത്. സ്തോത്രം. അതുകൊണ്ട് 25-ലും പ്രാക്ടീസ് ചെയ്തു വണ്ടി ഓടിക്കാനേ. സ്തോത്രം. കാരണം ഇനിയുള്ള കാലം മഴക്കാലമാണ്. റോഡ് നന്നായിട്ട് മനസ്സിലാക്കി. ഈ നല്ല ഡ്രൈവർ എന്ന് പറയുന്നത് സ്പീഡിൽ പോകുന്നവനല്ല കേട്ടോ. നല്ല ഡ്രൈവർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അപകടം മുൻകൂട്ടി കാണാൻ കഴിവുള്ളവനാണ് നല്ല ഡ്രൈവർ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. വണ്ടി ഓടിച്ച് എത്രയോ പേര് ആക്സിഡൻ്റ് ആയി അല്ലേ, ഇന്നും എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നു. അവരെ ഓർത്ത് ഭയങ്കര വേദന തോന്നാറുണ്ട്. സ്തോത്രം. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്നും എഴുന്നേറ്റിട്ടില്ല. ബൈക്കിൽ യാത്ര ചെയ്ത അവൻ പറയുന്നത്, എൻ്റെ പാസ്റ്റങ്ങളെ എനിക്ക് എന്നാ ബുദ്ധി തോന്നിയില്ല, അന്നേരം ഈ വണ്ടി എടുക്കണ്ടെന്ന് എനിക്കൊരു ബുദ്ധി വന്നില്ലല്ലോ, വന്നായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടക്കുമോ എന്നാവൻ ചോദിക്കുന്നത്. സ്തോത്രം. അവൻ പറയാം, ഞാൻ കുറച്ച് നാൾ കിടക്കേണ്ട വരുമായിരിക്കും. അവൻ തന്നെ തീരുമാനിച്ചു. അവൻ തന്നെ, ഞാൻ കർത്താവ് പറഞ്ഞു, കർത്താവ് ഇവനെ എഴുന്നേൽപ്പിച്ചു വിടണേ പ്ലീസ്. അബദ്ധം പറ്റിപ്പോയത് അവന് തന്നെ ബോധ്യമായി. ഇനി മതി, അവനെ എഴുന്നേൽപ്പിക്കണം. സ്തോത്രം. പഞ്ചറായി കിടക്കുക ആളുകൾ. ഇനി നമ്മളെത്ര ശ്രദ്ധിച്ചോടിച്ചാലും എതിരെ വരുന്നവ നിയമം പാലിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ചോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മളെ വിചാരിച്ചാണ് ദൈവം നമ്മുടെ എതിരെ വരുന്നവൻ രക്ഷിക്കപ്പെട്ടുള്ളൊന്നുമല്ല. എന്നാലും അവൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ നട്ടും കൂടെ ദൈവം ടൈറ്റാക്കിയിട്ട് അവനെ വിട്ടേക്കുന്നത്. കാരണം അറിയോ, ഇത് ഊരിപ്പോയി ഇനി നിൻ്റെ ദേഹത്ത് കയറാതിരിക്കാൻ. സ്തോത്രം. ആമേൻ. അവൻ്റെ വണ്ടിയുടെ ടയറിനും കൂടെ ദൈവം ടൈറ്റാക്കി വിടുക. നമ്മുടെ ദൈവത്തിന് നല്ലവനല്ലേ. സ്തോത്രം. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പൗലോസ് സുവിശേഷവുമായി ഒരു ടേണിങ്, ഒരു ചെറിയ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുന്നൊരു ഭാഗം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും 13-ാം അധ്യായത്തിൽ. ഈ സുവിശേഷം അറിയിക്കാൻ പൗലോസ് വേറൊരു ഭാഗത്തേക്ക് തിരിയുക. നിങ്ങൾ ഇന്നെൻ്റെ രാവിലത്തെ സന്ദേശം ശ്രദ്ധിച്ച് കേൾക്കണം. പറ്റുവാണെങ്കിൽ എല്ലാ ശുശ്രൂഷകന്മാർക്കും ഇതൊന്നും ഇട്ട് കൊടുത്തു തരും, പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. നമ്മളെ ദൈവം സഭയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ അംഗീകരിച്ചില്ലെങ്കിലും ദൈവത്തിലുള്ള കാര്യം, പിന്നെ ഇപ്പം അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല.
അത് അംഗീകരിച്ചേ പറ്റൂ. സ്തോത്രം. പക്ഷെ ഈ 15 പേരെയും വെച്ചോണ്ട് എത്ര നാളായി അവർക്ക് അവരുടെ കാര്യവും നോക്കി ഇങ്ങനെ പോവുക. കർത്താവ് പറഞ്ഞ എന്നാ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. രക്ഷിക്കപ്പെടുന്നവനെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് സഭയിലോട്ട് ചേർക്കേണ്ട, കർത്താവ് ചേർത്തോളും. ഇതാണ് ബൈബിൾ എഴുതി വെച്ചേക്കുന്നത്. ഇതൊന്നും നേരെ ചൊവ്വയൊന്നും ആരും പറയുമായിരുന്നേ. എല്ലാവരും അവരവരുടെ രാഷ്ട്രീയ പാർട്ടി വലുതാക്കാൻ വേണ്ടി നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ക്ലാരിറ്റിയോടെ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഒരു 6 വിശ്വാസീനം കൊണ്ട് വർഷം 5ആയി. സ്തോത്രം. ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷം അറിയാൻ ദൈവം ആഗ്രഹിക്കുക. പക്ഷെ നമ്മൾ പോകണ്ടേ? നമ്മൾ പോകാതിരിക്കാൻ ചില നൂലുകൾ നമ്മളെ കെട്ടിയിട്ട്, നൂലെന്നേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാണ്ട് വലിയ വടമൊന്നുമല്ല, അത് വെറും നൂലാന്ന്. അപ്പൊ ഈ നൂലുകൾ നമ്മളെ കെട്ടിയിട്ടേക്കുക ഇല്ലേ? അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. സ്തോത്രം. പിന്നെ ചിലർ പറയുന്നത്, എൻ്റെ പാസ്റ്ററെ ഭയങ്കര ഒരു ബന്ധനത്തിൽ ഞാൻ കിടക്കുക. ബന്ധനമൊന്നുമില്ലെന്നേ, നീ നൂലാന്നേ, ചുമ്മാ നൂല്. സ്തോത്രം. ബൈബിളിൽ പോലും ഇല്ലാത്ത സാധനം. അപ്പൊ പിന്നെ നൂലെന്നല്ലേ, നൂലെന്ന് പോലും പറയാൻ പറ്റിയില്ല. അതാണ് നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത്. സ്തോത്രം. സുവിശേഷം അറിയിക്കണം, എല്ലായിടത്തും എത്തിക്കണം. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു 5 പരസ്യയോഗം നടക്കുന്നല്ലാതെ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കത്തോലിക്ക പുരോഹിതൻ പ്രസംഗിക്കുന്നത് ഞാൻ യൂട്യൂബിൽ കേട്ടു. ആരോ എനിക്ക് അയച്ചു തന്നതാണ്, പാസ്റ്റർ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുകയാണേ, നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നില്ല. നമ്മുടെ ആൾക്കാരും സുവിശേഷം പറയുന്നില്ല. അതെ, ആ പെന്തിക്കോസിലെ ഉപദേശിമാരെ നോക്ക്, അവര് എല്ലാ ദിവസവും സ്തോത്രം സുവിശേഷവുമായിട്ട് ഇറങ്ങുക. നമ്മളെപ്പറ്റി നല്ലൊരു കാര്യമാണ് പറഞ്ഞ. പിന്നെ അവർക്കറിയത്തില്ലല്ലോ നമ്മൾ കൂടി വരുന്ന കൂടിവരവിലോട്ട് ആളെ പിടിക്കാൻ പോയതാണെന്ന് അവർക്കറിയത്തില്ല. പിടിയോ? നമ്മൾ കൂടി വരുന്ന, അല്ലാതെ ദൈവമേ ഞാൻ ആ 3 കിലോമീറ്റർ അപ്പുറം പ്രസംഗിച്ചു, അവിടെ രക്ഷിക്കപ്പെട്ട അയാൾ അവിടെ തൊട്ടടുത്തുള്ള സഭയിൽ പോട്ടെ എന്ന് പറയുമോ? അതാ ഞാനീ പറഞ്ഞത്. സ്തോത്രം. എല്ലാം ഇങ്ങോട്ട് പോട്ടെ. ആ പരിപാടി എന്ന് നിങ്ങൾ നിർത്തുന്നോ അന്ന് സഭ മറയും. സ്തോത്രം. ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. കാരണം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, സുവിശേഷം നിങ്ങൾ അറിയിക്കുമ്പോൾ അത് പ്രസംഗം കേട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവൻ ദൈവം അവന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പ്ലീസ്. താനീര് ഉപദേശിയേ, അതുകൊണ്ടാണ് പലയിടത്ത് പോയി പ്രസംഗിച്ച് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർക്കുന്നതുകൊണ്ടാണ് ഒരുപാട് പേരെ ദൈവിക കൽപ്പന അനുസരിപ്പിക്കാൻ എന്നോടൊപ്പമുള്ള ദൈവദാസന്മാർക്കൊക്കെ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അങ്ങോട്ട് തിരിഞ്ഞ് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വന്നേ. 13-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വേദഭാഗങ്ങളിലാണ്. അവസാനത്തെ കണ്ണിക നോക്കിയ പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ കൂടി. പട്ടണം മുഴുവൻ വന്നേ. യഹൂദന്മാരോ പുരുഷന്മാരെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിൽ എതിർത്ത് പറഞ്ഞു. അപ്പൊ എതിർത്ത് പറയാൻ ആൾക്കാർ ഉണ്ട്. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. കണ്ടോ? ഇനി ഒരു വാക്യം കൂടി ഞാൻ എടുത്തു വായിക്കാം. 13-ന്റെ 49-ാം വാക്യം, 48-ാം വാക്യം. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. ആരെ മഹത്വപ്പെടുത്തി? ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളെ ആരും മഹത്വപ്പെടുത്തരുത്, എന്നെ ആരും മഹത്വപ്പെടുത്താൻ പാടില്ല. ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. അടുത്തത്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. ഇതാണ് കാര്യം. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. എൻ്റെ കൂടപ്പറപ്പേ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലായിടത്തും ഉണ്ട്. സ്തോത്രം. ഒരു പ്രത്യേക വിഭാഗം മാത്രം അങ്ങ് നിത്യജീവനായിട്ട് നിയമിക്കപ്പെട്ടവർ എന്നും പറഞ്ഞ് നിങ്ങൾ പോകരുത് പ്ലീസ്. ആമേൻ. ആദിവാസി മുതൽ അവസാനത്തെ വാസി വരെ. സ്തോത്രം. ഈ നിയമത്തിനായി നിത്യജീവനായി നിയമിക്കപ്പെട്ടവരാ. സ്തോത്രം. അങ്ങനെ കണ്ടേ.
എന്നിട്ട് ഇനിയുള്ള ഇപ്പൊ നിങ്ങളവിടെ വന്നിട്ട് ചിലപ്പോൾ 2 വർഷമായി കാണും, 3 വർഷമായി കാണും. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അത്ര മതി. ഒരുപാടൊന്നും ചെയ്ത് കളഞ്ഞേക്കല്ലേ. കാരണം എന്നറിയോ, കൽപ്പന നമ്മൾ ദൈവം അതുപോലെ അനുസരിച്ച് പോയതുപോലെ ആയിപ്പോയി. സ്തോത്രം. 2 ദിവസമെങ്കിലും സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പിന്നെ അംഗസംഖ്യയുള്ള സഭയിലെ ചില ശുശ്രൂഷകന്മാരുടെ അവർക്ക് ദൈവം പ്രത്യേക ബഹുമാനവും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ഞാൻ കാര്യം പറയാം, ഒരു വിശേഷതയില്ല. ഇത് നിങ്ങൾ പ്രസംഗിച്ച് സുവിശേഷം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. നിങ്ങളൊരു സഭാ ശുശ്രൂഷകനായിക്കോട്ടെ, നിങ്ങളൊരു മനുഷ്യനാണോ, നിങ്ങളൊരു ദൈവവേദിയിലാണോ, നിങ്ങൾ കർത്താവിന്റെ ദാസനാണോ, നിങ്ങൾക്കും എനിക്കെല്ലാം പറഞ്ഞേക്കുന്ന കാര്യമാണ് സ്തോത്രം. സുവിശേഷം അറിയിക്കാൻ എന്നെ ദൈവം നിങ്ങളെ കണ്ടേക്കുക. ഈ അന്ത്യകാലത്ത് ഒരുപാട് നവീനമായ ഉപദേശങ്ങളൊക്കെ വരും. ഒരുപാട് വിശ്വാസത്യാഗം സംഭവിക്കും. ഒരുപാട് പേര് പരിശുദ്ധാത്മാവ് അറിയത്തില്ലാത്ത ശുശ്രൂഷകന്മാരായി മാറും. ഒരുപാട് പേര് ദൈവം അറിയാത്ത ശുശ്രൂഷകന്മാരായി ഉടലെടുക്കും. ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ അവർ കാണിക്കും കേട്ടോ. തെറ്റിപ്പോയേക്കരുത്, നിങ്ങൾ റൂട്ട് മാറിപ്പോകരുതെന്ന്. സ്തോത്രം. വചനത്തിൽ എന്താ എഴുതിയേക്കെന്നറിയോ? ഒരുപാട് പേര് നിങ്ങളുടെ പരിപാടി എതിർക്കും. സ്തോത്രം. ഉടനെ അപ്പോസ്തലൻ പൗലോസ്, നിങ്ങളെല്ലാം എതിർക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി എങ്ങും പോകുന്നില്ല, ഞങ്ങളിനി ഇവിടെ തന്നെ കൂടിക്കോളാം. അങ്ങനെയാണോ? ഇല്ല, നേരെ ജാതികളുടെയൊക്കെ തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ അറിയോ, ജാതികൾ ദൈവത്തെ അറിഞ്ഞു. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ജാതികളല്ല കേട്ടോ. അവരുടെ ആ സംഭവം പറയാൻ വേണ്ടി ആ ഭാഗം അങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ എന്നെ ദൈവം നിങ്ങളെ ദൈവം ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് പ്രിയരെ. നമ്മളത് ചെയ്യണം. കാഹളം തിരിക്കുന്നു ദൈവസഭ എന്ന് പറയുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് കാണുന്ന, അല്ലാണ്ട് വേറെ ഒന്നുമല്ല ദൈവസഭ കേട്ടോ. അത് ഫോളോ ചെയ്യും പ്ലീസ്, അത് ഫോളോ ചെയ്യും. അപ്പോസ്തല പ്രവൃത്തിയിലാണ് ദൈവസഭ ആരംഭിച്ചത്. അപ്പോസ്തല പ്രവൃത്തിയിലല്ല. ദൈവസഭ ആരംഭിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ എഫെസ്യയിലൊക്കെ അങ്ങനെയാണ് വായിക്കുന്നത് കേട്ടോ. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവസഭ അന്ന് ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ കണ്ട കാര്യമാണ്. പിന്നെ അത് ഭൂമിയിൽ ഉടലെടുത്തത് ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാന്നേ ഉള്ളൂ. സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിലാണ് ദൈവസഭയുടെ ഏകദേശം ഒരു രൂപരേഖ നമുക്ക് കിട്ടുന്നത്. അതും കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, ഈ ലോകക്കാരല്ല, ഈ ലോകത്തെ പോലെ ആകരുത്, ഈ ലോകക്കാരെ പോലെ ആകരുത്, വേർവിട്ട് നിൽക്കണം, വിശുദ്ധി പാലിക്കണം, ഇതൊക്കെ പറയുന്നത് മുഴുവൻ ലേഖനത്തിലൂടെയാണ്. അതുകൊണ്ട് ഇന്ന് ലേഖനം ആരും പ്രസംഗിക്കാറില്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ലേഖനം പ്രസംഗിക്കുന്നത്? അയ്യോ, സങ്കീർത്തനം പ്രസംഗിച്ച് ആൾക്കാരെ വയർ നിറച്ച് വിടുക. ലേഖനം പ്രസംഗിക്കുമ്പോഴോ നല്ല വടിയെടുത്ത് അടി കൊടുക്കും. അതുപോലത്തെ സാധനമാണ് ലേഖനം. ഒരു രക്ഷയില്ല. തുണ്ടം കീറി വെട്ടി മുറിച്ച് ഓപ്പറേഷൻ ചെയ്ത് കയറ്റി വിടുക. അതാണ് ലേഖനത്തിൻ്റെ പരിപാടി. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പം വെളിപ്പാട് പുസ്തകത്തിൽ ഈ വെളിപ്പാട് പുസ്തകം കാണിച്ചുകൊണ്ടാണ് ഈ തുണ്ടായിട്ട് കീറുന്നത്. എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ നീ കേട്ടോ ദൈവവേദിലെ, എന്നിട്ട് മര്യാദയ്ക്ക് നിന്നെ ഞങ്ങളൊന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ മേശപ്പുറത്ത് കിടന്നേ, എന്നിട്ട് ശരിക്കും ഒന്ന് ഓപ്പറേഷൻ നടത്തുക ലേഖനം വെച്ചിട്ടേ. എന്നിട്ട് കാണിക്കുന്ന എന്നാണെന്നറിയോ? വെളിപ്പാട് പുസ്തകം നോക്കിയേ. ഇങ്ങോട്ട് പോകണമെങ്കിൽ, അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്കൊക്കെ നിനക്ക് പോകണമെങ്കിൽ ഈ ഓപ്പറേഷൻ ടേബിളിലേക്ക് കിടക്കണം. സ്തോത്രം. ഇതാണ് ദൈവസഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്നത്. സ്തോത്രം. പക്ഷേ ഒരു ഓപ്പറേഷനും ഇല്ല. രോഗി വയറ് വീർത്ത് പൊട്ടാറായി. രോഗിയുടെ തല മാത്രം വളരുന്നു, ചിലരുടെ കൈ മാത്രം വളരുന്നു, ചിലരുടെ കാല് മാത്രം വളരുന്നു. ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. സ്തോത്രം. എന്നിട്ടോ പുതിയ ആകാശത്തിന് പുതിയ ഭൂമിയിലോട്ടാണെന്നാ പറഞ്ഞത്. ഇവൻ പുതിയ ആകാശത്തിൽ പോയിട്ട് പഴയ ആകാശത്തിൽ തന്നെ ഇവൻ കാണുമെന്ന് അറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ടേ ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിൽ മടങ്ങി വരാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് നിറവേറ്റാം. ആരെ നോക്കണ്ട. പക്ഷേ അതിന് കാശാര് തരും? കാശാര് തരും. നീ ഇറങ്ങി നോക്കിയേ. സ്തോത്രം. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും അവിടെയൊക്കെ സുവിശേഷം അറിയിക്കാൻ ഇപ്പോൾ ഒരു പ്രയാസമില്ല. വളരെ വേഗത്തിൽ ആളുകൾ കർത്താവിനെ അറിയുകയും ദൈവം ഒരുപാട് പേര് രക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കാം. ഒന്ന് പോയിക്കൂടെ? വല്ലപ്പോഴും ഒരു പ്രാവശ്യം ഇവിടെ കറങ്ങി നാട്ടുകാരെയും വെറുപ്പിച്ച്. സ്വന്തം നിങ്ങളുടെ ആ പഞ്ചായത്തിൽ ഇനി സുവിശേഷം കേൾക്കാൻ ആരും ഉണ്ടോ? പറ നിങ്ങളുടെ പഞ്ചായത്തിൽ ആരും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ അവിടെ വന്നിട്ട് സുവിശേഷ പ്രസംഗം നടത്താം. എന്നാലും വേണ്ടിയില്ല. സ്തോത്രം. ആരുമില്ലല്ലോ. എല്ലാവരും കേട്ടില്ലേ? യേശു ആരാന്ന് എല്ലാവർക്കും അറിയത്തില്ല. നാട്ടുകാരോട് ചോദിച്ചേ, ആ രാമേട്ടനോട് ചോദിച്ചേ,
രാമേട്ട ഓട്ടം ഓടിക്കുന്ന രാമേട്ട ഓടിക്കുക. യേശു അറിയാം. പിന്നെ യേശു അറിയാം. ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ആരാധ്യ പുരുഷനായ ഒരു നല്ല അവരുടെ ദൈവമാണ് അവർ വിശ്വസിക്കുന്നത് കേട്ടോ. അത്രയും രാമേട്ടൻ അറിയാം. യേശു ഏതാണെന്നറിയാത്ത കുറേ ആൾക്കാരെ കിടപ്പുണ്ട്. ഒന്ന് പോകാവോ പ്ലീസ്? ഞാനൊരു സഭയുടെ ശുശ്രൂഷകനാണ്. എന്നാ ഏൽപ്പിച്ചേ? ദൗത്യം എന്തു? എവിടെയാ ദൗത്യം? നമ്മുടെ കയ്യിൽ ദൗത്യം എന്തിയേ? സ്തോത്രം. അത് അവർ പോയി ചെയ്യട്ടെ, അത് ഇവർ പോയി ചെയ്യട്ടെ. അല്ല, ഒരു പട്ടണത്തിൽ സുവിശേഷം എതിർപ്പുകൾ ശക്തമായി വന്നപ്പോൾ പൗലോസും ബർന്നബാസും ഇറങ്ങുക, അടുത്ത സ്ഥലത്തോട്ട് പോവുക. സ്തോത്രം. ആമേൻ. അവൻ്റെ വരവിക്കൽ ചിലരുടെ കർത്താവിനെ അറിയണം. അതിന് ഞാനും നിങ്ങളും തീരുമാനിക്കാൻ നടക്കുള്ളൂ. പറ്റുമോ? പ്രാർത്ഥിക്കാം. മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള വഴി മുഖാന്തരം ഒരുക്കും കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തു നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ സന്ദേശം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് അവർക്ക് വഴികളെയും വാതായനങ്ങളെയും തുറന്നു കൊടുക്കണമേ കർത്താവേ. പൗലോസ്, ബർന്നബാസ് ആമൻ ജാതികളുടെ ഇടയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഒരുപാട് പേര് കർത്താവിനെ അറിയാനിടയായി. കർത്താവെ, ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കുറച്ച് സമയങ്ങൾ ഇനി ഞങ്ങളുടെ മുമ്പിലുള്ളൂ. വളരെ വേഗത്തിൽ ഞങ്ങളുടെ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് ഓടുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. കൃപ ചെയ്യണമേ. സുവിശേഷത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. സുവിശേഷത്തിന് വേണ്ടി തല്ലുകൊള്ളാൻ ഞങ്ങൾ സന്നദ്ധരാണ്. സുവിശേഷത്തിന് വേണ്ടി ആമേ സ്തോത്രം ഭേദ്യമേൽക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. സുവിശേഷത്തിന് വേണ്ടി എന്തും ഏതും ആയിത്തീരാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അങ്ങനെയുള്ളവരെ ദൈവം ഈ ദിവസങ്ങളിൽ ശക്തമായി രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്ക് അയച്ച് കർത്താവിൻ്റെ മഹിമ വെളിപ്പെടുത്തണമേ. ദൈവവചനം മഹത്വപ്പെടട്ടെ. കൃപ ചെയ്യണം. ഞാൻ ഒരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.